ഇപ്പോൾ എല്ലാ വീട്ടിലും ഇതുപോലെയുള്ള ഒരുപാട് ക്യാനുകൾ കഴിഞ്ഞുണ്ടാവും. 4, 5, 6 ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ പൗഡറുകൾ ഉപയോഗിച്ചത്, ഇപ്പോൾ ലിക്വിഡ് സോപ്പാണ് ഉപയോഗിക്കുന്നത് അധിക വീടുകളിലും. എല്ലാവരും ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു വേസ്റ്റാണ്. എത്ര കഴുകിയാലും നമുക്ക് ഇതിൽ വേറെ എണ്ണ അങ്ങനത്തെ ഒന്നും നമുക്ക് ഒഴിച്ചേക്കാൻ പറ്റില്ല. വേസ്റ്റ് എണ്ണ അങ്ങനത്തെ ഒക്കെ ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എല്ലാ വീട്ടിലും 5, 6 ഒക്കെ ഇങ്ങനെ വെറുതെ ഒരു ഉപയോഗമില്ലാതെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെടികളൊക്കെ നനയ്ക്കാനുള്ള ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അത് വലിയൊരു ഇത് പണിയൊന്നുമില്ലാതെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു മെഴുകുതിരി വേണമെന്നില്ല, ഗ്യാസിൻ്റെ അടുപ്പിട്ട് വെച്ചാണെങ്കിലും മതി. ഇത് നല്ല ചൂടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആവണം എന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കറക്റ്റ് ആക്കാം. ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് തുളകൾ കുത്തട്ടോ. എന്നിട്ട് നമ്മളിതിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് ഈ ചെടികൾ എന്നെ നനയ്ക്കണേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വലിയൊരു പ്രയാസമുള്ള പണിയൊന്നുമില്ല. പിന്നെ അതിങ്ങനെ ഇങ്ങനെ കുത്തുക. അപ്പോൾ ഞാൻ ഇനി ഇത് തുളച്ചിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ഈ തുളൊക്കെ തുളച്ചിട്ട് നമുക്കിത് നനയ്ക്കാൻ ഇതുണ്ടില്ല. ഇതിപ്പോൾ പിന്നെ ഇതിന് ശരിക്കൊരു ഇത് വേണം. എന്താ പറഞ്ഞാൽ ഇതിനൊരു മേലെ ഈ ഭാഗത്ത് എങ്ങനെയൊരു ഹോളിട്ടൊരു പൈപ്പിട്ട് നമ്മൾ മേൽഭാഗത്തേക്ക് പിടിക്കണം. എന്നെങ്കിൽ അത് നമ്മളാ വിചാരിച്ച സ്പീഡിൽ വരുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും ഇതിങ്ങനെ നനഞ്ഞു കേട്ടോ. നമുക്ക് ഒരു ക്യാന് വെറുതെ ഇവിടെ വെറുതെ തട്ടിക്കളിച്ച് നമുക്കിത് ഒരു ഉപയോഗത്തിനും ഇത് പറ്റില്ല കേട്ടോ. ഇതപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഉപയോഗം എന്തുകൊണ്ടുണ്ട്. നമുക്ക് ഈ ചെറിയ തൈയൊക്കെ പാവണുണ്ടല്ലോ. വേരൊന്നും ഇളകാതെ നനക്കാൻ പറ്റിയ ചെറിയ തൈകൾ, ഉദാഹരണത്തിന് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നനയ്ക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ. ഇതിങ്ങനെ പറഞ്ഞു പോകും, പൈപ്പിന് നനക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ചെടീൻ്റെ ചെറിയ ഇങ്ങനത്തെ ഈ നമ്മൾ നഴ്സറിയിലൊക്കെ ഉണ്ടാക്കണം അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കാൻ ഇത് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇത് നനക്കണത് വാങ്ങണം അത്ര ഒരു പെർഫെക്ഷൻ ഒന്നും ഇതിന് കിട്ടില്ല. അത്ര പെർഫെക്റ്റ് അല്ല. ഇതൊന്നിങ്ങനെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഇതിനിങ്ങനെ ചാടുള്ളൂ. ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിങ്ങനെ പറഞ്ഞ് നിങ്ങളെ വീട്ടിലിങ്ങനത്തെ ക്യാനുകളൊക്കെ വെറുതെ എടുക്കുന്നുണ്ടാവുമെന്ന് കരുതിയോണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചെറിയ ഈ നട്ടിട്ടുള്ള പുതിയ ചെടികളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഇത് നനക്കാൻ ഒരു സൊല്യൂഷൻ പറഞ്ഞു എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ബെറ്ററായിട്ട് എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് രൂപത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.